വന്ദനം. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെറിയൊരു അഭിനയ രംഗം ചെയ്യുവാണ്. ടീച്ചർ പറഞ്ഞതിന് അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണം. അതെ, കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് അത് അറിയിക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ മാക്സിമം ചെയ്യും. ഡേ ഇവിടെ വെച്ചിരുന്ന മുട്ടായി എന്തിയേ? നിനക്ക് മൊഴിയൊന്നും വായില്ല. ഇവിടെ വെച്ചിരുന്ന മുട്ടായി എന്തിയെന്ന് നിന്റെ അടുത്ത് ആരെടുക്കാൻ പറഞ്ഞത്? നീ എന്തിനെടുത്ത? എന്റെ കൊച്ചിനെ വെച്ചിരുന്ന മുട്ടായി നീ എന്തിനെടുത്ത? അവിടെ ഇരുന്നാ നീ എടുക്കോ? ഇവിടെ നിനക്ക് വേണ്ടി ഒരു സാധനവും വെച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ കൊച്ചിന് വേണ്ടി വെച്ചേക്കുന്നത് തന്നെയാ. നീ എന്തിനാ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്? ഏതച്ഛൻ? ഏതച്ഛൻ്റെ അടുത്ത് പറഞ്ഞ നീ വാങ്ങിച്ചു? നിന്റെ അച്ഛനാണെന്ന് ആര് പറഞ്ഞു? നീ പറഞ്ഞാ നിന്റെ അച്ഛനാവുന്നില്ല. എവിടെന്നാ കിടന്നത് കേറി എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വന്നിട്ട് അവളച്ഛനാണ് പോലും. നീ മോങ്ങരുത്, നീ മോങ്ങരുതേ. നീ കരയില്ല അസത്തെ, നിന്നെ അറിഞ്ഞു കൊല്ലാൻ. നീ എന്റെ കൊച്ചിന്റെ മുട്ടായി നിന്നെ കൊല്ലിഞ്ഞോ നോക്കോ ചാറി അസത്ത് നാട്ടുകാരെ കൂടെ അറിയിക്കുന്നീ. അറിയിക്ക്, എല്ലാരും വരട്ടെ. നീ കൊല്ലാൻ തന്നെ എടുത്തിനോ? കൊല്ലും. ഒരു ശബ്ദം പുറത്ത് കേൾക്കരുത്. വലിച്ചു വലിച്ച് ചാവ്. അസത്ത് നശിപ്പിക്കാനായിട്ടുണ്ടായത്. കൊല്ലട്ടെ നിന്നെ കൊല്ലട്ടെ. നീ മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. മിണ്ടരുത്. എനിക്ക് വയ്യ. എന്തിനു ജനിച്ചത്? എന്തിനു നീ ജനിച്ചത്? ജനിച്ച ഉടനെ നിന്റെ തള്ള ചതല്ലേടി. തള്ളേനെ കൊല്ലിക്കാൻ ജനിച്ചതാ. എന്നിട്ട് എന്നെ കൊച്ചിനെ കൂടെ നീ കൊല്ലിക്ക്. അസത്ത് സാധനം. നീ എന്തിനെന്റെ കൊച്ചിന്റെ മുട്ടായി എടുത്തത്? അത് നീ അറിയണം. നിനക്ക് വേണ്ടി നിനക്ക് നാട് നിനക്ക് തേടി തിന്നണം. ആ വേദനിക്കും. നിന്നെ വേദനിപ്പിച്ചാ പോരാ. നിന്നെ തൊറ ഉരയ്ക്കും. തൊറയില് ചാവ്. നശിപ്പിക്കാനായിട്ട് ജനിച്ച സാധനം. നന്ദി. വന്ദനം. അപ്പൊ നമ്മളിപ്പം ക്രൂരയായ രണ്ടാനമ്മയുടെയും കൊച്ചിന്റെയും പോർഷൻ തിരിച്ചു ചെയ്യുവാണ്. അപ്പൊ ഞാനാണ് കുഞ്ഞ്, ഞാനാണ് ക്രൂരയായ രണ്ടാനമ്മ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതും ഞങ്ങൾ ജസ്റ്റ് കുറഞ്ഞ സമയത്ത് ചെയ്യുന്നതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കും. അമ്മ ടീച്ചർ പറഞ്ഞോ? ഇത് ഹോംവർക്ക് അല്ലേ, തന്നെത്താൻ ചെയ്യാനുള്ളതല്ലേ, കൊണ്ടുവച്ച് തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നു. വീട്ടിൽ ചോദിച്ചു ചെയ്യാനാണ് പറഞ്ഞത്. എനിക്കിപ്പം നേരമില്ല തന്നെ കൊണ്ടുവച്ച് ചെയ്യാൻ. പിന്നെ എന്തിനു സ്കൂളിൽ പോണ? വീട്ടിൽ അമ്മേന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുന്നു. എനിക്കിപ്പൊ പറഞ്ഞു തരാൻ നേരമില്ല. തന്നെത്താൻ കൊണ്ടുവച്ച് ചെയ്യും. ഇവിടെ എന്റെ കൊച്ചുങ്ങൾക്ക് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നേരമില്ല. എപ്പോഴാണ് എനിക്ക് അറിഞ്ഞൂടമ്മ. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ തന്നെ
ഹോംവർക്ക് ഉണ്ടാക്കാൻ. ടീച്ചർ അടിക്കുന്ന ആള് ചെയ്തിട്ട് പോയില്ല. കൊള്ളണം രണ്ടടി. സ്കൂളിൽ പോകുന്ന പഠിക്കാനാ, മര്യാദക്ക് പഠിക്കാനിട്ടല്ലേ. തന്നെത്താൻ കൊണ്ടുവച്ചിരുന്ന് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് ഇത് മാത്രം പിന്നെ ഇത് മാത്രമായിട്ട് ബാക്കി വെക്കുന്ന എന്തിനാ? അറിഞ്ഞുകൂടെങ്കിൽ നാളെ പോയി 2 അടി കൊള്ളു. അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ നീ. പേടിയാണമ്മ ടീച്ചർ. നിന്റെ അടുത്തല്ലേ പറഞ്ഞ എനിക്കിപ്പോ സമയമില്ലെന്ന്. അങ്ങനെ പറയണേ ടീച്ചർ വഴക്ക് പറയുന്ന 2 വഴക്ക് കൊള്ളണം. സത്യമായിട്ടും എനിക്കിപ്പോ സമയമില്ലെന്ന് പറഞ്ഞോ നിന്റെ അടുത്ത്. പിന്നെ പറഞ്ഞോ. പിന്നെയും പറഞ്ഞുതരാം. എനിക്ക് നേരമില്ല നിനക്ക് പറഞ്ഞുതരാം. നിനക്ക് പറഞ്ഞുതരണമെങ്കിൽ നിന്റെ തള്ളയുടെ അടുത്ത്. തലവട്ടം കണ്ടപ്പോഴേ തള്ള പോയല്ലേ. അല്ല എരണം. അച്ഛൻ വരുമ്പോ ചോദിച്ചോളൂ. ഇനി ഈ പൂങ്കണ്ണീര് കൊണ്ടുവന്ന് അങ്ങേരെയും കൂടെ കാണീര്. അല്ലെങ്കിൽ തന്നെ നിന്റെ അടുത്ത് സ്നേഹം ഒലിച്ചിരിക്കുക. എനിക്ക് എന്റെ പിള്ളേർക്ക് ഇവിടെ സ്ഥാനമില്ല. നീ ഒറ്റ ഒരുത്തിയാണ് ഇവിടെ മനുഷ്യന് ജീവിക്കണ്ട. നീ ഒറ്റ ഒരുത്തിയാണ് എന്റെ ജീവിതം നശിപ്പിക്കുന്ന. പോയി ചാവടി നീ. ശബ്ദം കേൾക്കരുത്. അവളെ ഹോംവർക്ക്. നീ എന്തിനാ സ്കൂളിൽ പഠിക്കാൻ പോണത്? പഠിക്കാൻ തന്നെ നീ പോണ? ഈ പ്രായത്തിൽ നിനക്ക് വേറെ വല്ലതും ഉണ്ടാ? നീ ഒറ്റയ്ക്ക് വേണം ഹോംവർക്ക് ചെയ്യാൻ. ഇനി മേലെ ഇമാതിരി കാര്യം പറയാ എന്നെ മേനക്കെടുത്താൻ വന്ന അടിക്കുന്നുണ്ട്. ഏത് നേരത്താണോ എന്തോ ദൈവം.